ഹായ് നമസ്കാരം. എല്ലാവരും ലിയോണേൻ്റെ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഇതിനു മുന്നേ ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയാം. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ 61,000 എബോവ് ആയിട്ടുണ്ട് വ്യൂവേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കണ്ടു എന്നറിയാം. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അതിൻ്റെ തംലൈൻ വരുന്നത് ഭയങ്കര വിശ്വാസിയാണ് എൻ്റെ യൂണിക്കോൺ ലിയോ എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ കൊടുത്തത്. തംലൈൻ വരുന്നത് സന്ധ്യാസമയത്ത് നാമം ജപിക്കണം എന്ന ടൈറ്റിലോടുകൂടി. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ആകെ ഒരു 2 മിനിറ്റ്സ് ആ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് ഡെയിലി നടക്കുന്നതാണ്. ഈ ഒരു സന്ധ്യാസമയം ആകുന്ന സമയത്ത് അവൾ വന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് മുന്നേ ഞാൻ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്തത്. ലിയോണേനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് 4 മാസമായ സമയത്താണ്. ഇപ്പം അവൾക്ക് ഒരു 9 മാസമായിട്ടേ ഉള്ളൂ, ഒരു വയസ്സ് പോലും ആയിട്ടില്ല. സോ ആ ടൈം മുതലേ ഈ ഒരു ടൈം ആവുന്ന സമയത്ത്, സന്ധ്യാസമയം ആവുന്ന സമയത്ത്, വിളക്ക് വെക്കുന്ന സമയത്ത് അവൾ ഇതുപോലെ വന്ന് പ്രാർത്ഥിക്കും. അമ്മേൻ്റെ അടുത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കും. അമ്മ ഇപ്പം ഇരുന്നിട്ടില്ലെങ്കിൽ പോലും അവൾക്ക് വന്നിട്ട് അവിടെ ഇരിക്കണം, വിളക്കിൻ്റെ അടുത്ത് വന്നിരിക്കണം. അതാണ് ആ ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്നത്. അത് ഞാനിവിടെ കൊടുക്കാം. ആ ഒരു ടൈം ആവുന്ന സമയത്ത് അവൾ വന്നിട്ടിരിക്കും. ഇനി പ്രാർത്ഥിക്കുകയാണോ കാഴ്ച കണ്ടിരിക്കുകയാണോ, നോർമലി എല്ലായ്പ്പോഴും വന്നിരിക്കാറില്ല. ആ ഒരു ടൈം ആവുന്ന സമയത്ത് വിളക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണെന്നാണ് തോന്നുന്നത്. അവൾ കൈയൊക്കെ വെക്കുന്ന കണ്ടില്ലേ, അധികം ആ ഒരു രീതിയിലാണ് കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. ഇനി അമ്മ കൈ വെക്കുന്നത് കണ്ടിട്ട് വെക്കുകയാണോ എന്നൊന്നും അറിയില്ല. നോർമലി അങ്ങനെ കൈയും വെച്ച് കുറേ നേരം ഇരിക്കും, കുറേ നേരം ഇങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ കമന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങനെ കിടക്കും. പിന്നെ ആ ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ കെട്ടിയിട്ടെടുത്ത് നിന്ന് അവൾ സ്പീക്ക് ചെയ്തിട്ട് കുറച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ് ആ വീഡിയോയിലുള്ളത്. അത് മനഃപൂർവ്വം ചെയ്തതാണ് കേട്ടോ. നോർമലി നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് അവിടെ കിടക്കും, അപ്പം എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്താണെങ്കിലും ഡെയിലി അങ്ങനെയാണ്. അവളെ കെട്ടിയിട്ടതാണെങ്കിൽ അവൾ ആ സമയത്ത് കൂട്ടിലാണെങ്കിലും അകത്താണെങ്കിലും ആ സമയത്ത് സ്പീക്ക് ചെയ്യും, കുറച്ചിട്ട് എന്തായാലും വിളക്കിൻ്റെ അടുത്ത് വന്നിരിക്കും. അത് അവൾക്കൊരു ശീലമായി മാറിയത് കൊണ്ടായിരിക്കണം. അപ്പം അതിൽ കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അതായത് എല്ലാവരും എൻ്റെ വീട്ടിലുണ്ട് ഇതുപോലെ പൂച്ചക്കുട്ടി, നായ്ക്കുട്ടി, അവരിങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്ന കുറേ കമൻസ് ഉണ്ട്. കുറേ ആൾക്കാർക്ക് ഭയങ്കര സന്ധ്യാസമയത്ത് നാമം ജപിക്കുന്നത് കണ്ടു, വിളക്ക് കണ്ടു, പിന്നെ ലിയോണനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ കമൻസ് ഉണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ വീഡിയോസ് കാണാനും ഒക്കെ ആൾക്കാരുണ്ട് എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഒരു സങ്കടം എന്താ വെച്ചാൽ അതിന് 61,000 സംതിങ് വ്യൂവേഴ്സ് ഉണ്ടായിട്ട് പോലും സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ്. ബട്ട് എന്നാലും കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ഇട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. പിന്നെ അതിൽ കുറേ നെഗറ്റീവ് കമൻസ് കണ്ടു, കുറേ ഒന്നുമില്ല, ഒരു 5-6 എണ്ണം. പക്ഷെ അതിനുള്ള റിപ്ലൈ പോലും വേറെ ആൾക്കാർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് കമൻസ് എന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം. എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിന് റിപ്ലൈ ഞാൻ ആ ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി മറ്റുള്ള ആൾക്കാർ അതിന് കറക്റ്റായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം അതിലൊരു കമൻ്റാണ് ഇത് വിഡ്ഢിത്തമാണ് എന്നുള്ളത്. ഇതിലെന്ത് വിഡ്ഢിത്തമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു വിഡ്ഢിത്തമായിട്ട് തോന്നുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറയണേ. ഈ ഒരു കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. കാരണം അധപ്പതനത്തിന്റെ അവസാനം എന്നൊക്കെ പറയാൻ നിങ്ങൾ ഒന്നും നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും അധപ്പതനങ്ങളാണ് നമ്മളെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് കൊലപാതകങ്ങളും ഫുൾ ക്രിമിനൽ കാര്യങ്ങൾ മാത്രം. എന്താ ഇനി കലിയുഗം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫുൾ ആ ഒരു രീതിയിലുള്ള ന്യൂസ് മാത്രമാണ് കേൾക്കാനുള്ളത്. ആ സമയത്ത് ഒരു നായ്ക്കുട്ടി പ്രാർത്ഥിക്കുന്നതാണ് അധപ്പതനായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങളോടൊന്നും എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഈ ഒരു കമൻ്റ് ഉണ്ടല്ലോ, ആ കുട്ടി നല്ല രീതിയിലാണ് ചോദിച്ചത്. അതിനെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ വിധി പോലെയാണ് നടക്കുന്നത്. ഈ ഡോഗ്സ് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പൂച്ച പ്രാർത്ഥിച്ചു എന്നൊന്നും വെച്ചിട്ട് അവർക്കൊന്നും വരാനില്ല. ഇതൊക്കെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് മാത്രമാണുള്ളത്. കാരണം എത്ര നായും പൂച്ച അമ്പലത്തിൽ കയറുന്നു, പ്രാർത്ഥിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരെ എന്താ പറയുക, അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ വിശ്വസിക്കുക. എന്ത് വരണം എന്നുള്ളത് നമ്മളെ ഡെസ്റ്റിനി, ഫേറ്റ് നമുക്ക് മാറ്റാനാവില്ല. അതുപോലെ നടക്കും. പ്രാർത്ഥിച്ചെന്ന് വെച്ചിട്ടോ അല്ലെ പ്രാർത്ഥിച്ചില്ല എന്ന് വെച്ചിട്ടോ ഒന്നുമല്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവിടെ നായി, പൂച്ച, മനുഷ്യർ, പുഴു, അങ്ങനെ ഒരു വേർതിരിവും ദൈവത്തിനില്ല. അതുപോലെ മനുഷ്യർക്കും വേർതിരിവില്ലാതെ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ.
ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടും ബെസ്റ്റായിട്ട് വേറെ ഉള്ള ആൾക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐശ്വര്യ ദേവത വീട്ടിൽ കയറില്ല എന്ന് അവരോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിയാണ്, ഐശ്വര്യ ദേവത വീട്ടിൽ കയറില്ല നായി കുറച്ചാൽ എന്നൊക്കെ പറയുന്നതും മനുഷ്യനെ പറ്റിക്കുന്ന കോപ്രായങ്ങളൊക്കെ പറയുന്ന ആൾക്കാരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ എന്താണ് മനുഷ്യരെ പറ്റിക്കുന്നതും കോപ്രായങ്ങളും ഒന്നും അറിയില്ല. ഒരു നായ്ക്കുട്ടി വന്ന ദിവസവും പ്രാർത്ഥിക്കുന്നു. ലിയോണ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് സന്ധ്യാമാസ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ അധിക വീട്ടിലും അധിക ആൾക്കാരും ചെയ്യുന്നതാണ്. പണ്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ദിവസവും ചെയ്യുന്നതാണ്. അതുപോലെ അവളും അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക രസമാണ്. അപ്പം ഇത്രയാളുള്ളൂ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരേപോലെ എടുക്കുന്നു. നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിനൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൈവത്തിന് യാതൊരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാവില്ല. വിളക്ക് വെച്ചെടുത്ത് നായി ഇരുന്നു എന്ന് വെച്ചിട്ടോ പൂച്ച ഇരുന്നു എന്ന് വെച്ചിട്ടോ ദൈവത്തിന് അതിൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ലിയോണേൻ്റെ പുതിയ വിശേഷങ്ങൾ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക്